ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ രേവതി സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായല്ലോ വെയിറ്റ് ചെയ്യുന്നു, ഇതുവരെ എന്താ SI സാറ് വരാത്തത് എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ വണ്ടറുടെ കാര്യം മാത്രമേ ഉള്ളൂ, പക്ഷേ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളില്ലേ രേവതി, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും നീലിമ അവളുടെ വക്കീലിനോട് പറയുന്നുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, നീ പൈസ തിരിച്ചു കൊടുക്കാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അയാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം? അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ കടന്ന് പറയുന്നത് പോലെ എന്നോട് പറയാൻ നിൽക്കരുത്, നിങ്ങളുടെ എല്ലാ കള്ളത്തരവും എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടൊക്കെ നീലിമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വക്കീലാണോ അതോ അവൻ്റെ വക്കീലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വക്കീൽ തന്നെയാണ്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്, പക്ഷേ നിങ്ങൾ വായ തുറന്നതോടെ എൻ്റെ പ്രതീക്ഷ പോയി. നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ വിളിച്ച് പറഞ്ഞിരുന്നത്, കാനഡയിൽ ബിസിനസ്സാണ്, ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇതൊക്കെ എന്തിനാ അവരോട് പറയാൻ പോയേ? സുധി ഒരു മണ്ടനായിരിക്കും, പക്ഷെ അവൻ്റെ ഭാര്യ ഒരു സൂത്രശാലിയാണ്, അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ കാശ് കൊടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ പകുതി കാശ് ഇപ്പോൾ കൊടുത്തിട്ട് ബാക്കി കാശ് പിന്നെ തരാമെന്ന് പറഞ്ഞ് നമുക്ക് സെറ്റിൽ ചെയ്യാമായിരുന്നു. നിങ്ങളുടെ ഈ വായ തുറന്നത് കാരണമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വക്കീൽ നീലിമയോട് പറയുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാനും ആലോചിച്ചു സുധിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സൂത്രശാലിയായ ഭാര്യയെ കിട്ടിയെന്ന് ഞാനും ആലോചിച്ചു എന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. എന്നിട്ട് നീലിമ ചോദിക്കുന്നുണ്ട്, മുഴുവൻ പണം ഇപ്പോൾ തന്നെ കൊടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, പണം നിങ്ങളുടെ അച്ഛൻ്റെ ഒന്നും അല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ അത് കൊടുക്കുന്നതിന് വിഷമിക്കുന്നത്, അവൻ്റെ തന്നെ പണമല്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുത്ത് നിങ്ങൾ ബിസിനസ് നടത്തി ഇപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കിയില്ലേ, അതൊന്നും ഒരു 50 ലക്ഷമല്ലേ കൊടുക്കണ്ടുള്ളൂ, അതങ്ങോട്ട് കൊടുത്തേക്ക്. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേസായി കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് ലോക്കാവും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡയിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ വക്കീൽ പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട്, ശരി എന്നാൽ ഞാൻ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ് നീലിമ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എത്ര നേരമായി നമ്മൾ ഇരിക്കുന്നു, ആ പൂക്കളൊക്കെ വാടും, ഇപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കച്ചവടങ്ങളൊക്കെ ഇന്ന് നല്ല നഷ്ടത്തിലാവും, അതുപോലെ എൻ്റെ പേരും പോവും, എന്താ ഇനി ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതൊക്കെ ആദ്യം ആലോചിക്കണമായിരുന്നു, പൂ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വരണമായിരുന്നു, അല്ലാതെ ബാക്കിയുള്ളവരുടെ കടയ്ക്ക് കാവൽ നിൽക്കാൻ ചെയ്യരുതായിരുന്നു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ സൈക്കിളിൽ പൂ വയ്ക്കുന്ന സമയത്ത് ഞാൻ എവിടെയൊക്കെ സൈക്കിൾ വെച്ചിട്ടുണ്ട് സച്ചിയേട്ടാ, അതൊന്നും ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ലല്ലോ, ഇന്നെന്താ എൻ്റെ സ്കൂട്ടർ മാത്രം എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി സൈക്കിളിനെ പോലെയാണോ സ്കൂട്ടർ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, രണ്ടിനും എന്താ വ്യത്യാസം, രണ്ടിനും 2 ചക്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ബുൾഡോസറിന് 2 ചക്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നട റോഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുമോ, നീ നോ പാർക്കിംഗ് സ്ഥലത്തല്ലേ പാർക്ക് ചെയ്തേ, അത് ആലോചിക്കണമായിരുന്നു നീ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി രേവതിയുടെ അടുത്ത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒന്ന് പോയിട്ട് SI സാറിനോടൊന്ന് ചോദിച്ചു നോക്കൂ, നമ്മൾ കുറേ നാളായാലേ ഇരിക്കുന്നേ, അയാളോടൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ശരിയാണ് ഞാൻ പോയി നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനും വരട്ടെ സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി, എനിക്ക് ആ വണ്ടി വീട്ടിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്, നീ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറയും, തലയിൽ കളിമണ്ണുള്ളവർ സംസാരിക്കുന്നത് പോലെ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, പിന്നെ വണ്ടി ഒരിക്കലും നമുക്ക് കിട്ടാതെ ആവും എന്ന് പറഞ്ഞ് സച്ചി പോകുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സച്ചി പോയിട്ട് അവിടുത്തെ പോലീസുകാരനോട് പറയുന്നുണ്ട്, SI സാറിനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, SI സാറിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, സാറ് കക്ഷിയുമായിട്ട് സംസാരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കൊരു 5 മിനിറ്റ് മതി സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, 5 മിനിറ്റ് അതൊന്നും കാണാൻ പറ്റില്ല, അയാളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ നിനക്ക് ഇനി ചീത്ത കേൾക്കും, ഉറപ്പായിട്ട് നിൻ്റെ കേസ് കോടതിയിൽ വരെ എത്തും, അതുകൊണ്ട് നീ ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വണ്ടിയിൽ നിറയെ പൂക്കളാണ് സാർ, ഇനിയും പൂക്കൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ വാടിപ്പോവും, പിന്നെ ഇന്നത്തെ കച്ചവടം മുടങ്ങും, അപ്പോൾ ആ പൂക്കളൊക്കെ സാറ് തന്നെ വാങ്ങേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, കഞ്ചാവ് പ്രതികളെ ഞങ്ങൾ ഈ വണ്ടി കൊടുക്കനെയാണ് അറസ്റ്റ് ചെയ്യാറ്, എന്നിട്ട് ഞങ്ങളെന്താ കഞ്ചാവ് വാങ്ങി ഉപയോഗിക്കണമെന്ന് നീ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, കഞ്ചാവ് പോലെയാണോ സാർ പൂക്കൾ എന്ന് പറയുന്നുണ്ട്. പൂക്കൾ വാങ്ങി ഇവരുടെ മഹാന്മാരുടെ പടത്തിലെങ്കിലും നിങ്ങൾക്ക് തൂക്കാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ ആൾ കൊള്ളാലോടാ, നിനക്ക്
ഇപ്പോൾ സാറിന് എന്തായാലും കാണാൻ പറ്റില്ല, നീ കുറച്ച് നേരം പോയി പുറത്തിരിക്കുക, സാറ് വന്നാൽ എന്തായാലും ഞാൻ നിന്നെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും നീലിമയും അവളുടെ വക്കീലും കൂടെ എസ് ഐ സാറിനെ കാണാൻ പോകുന്നുണ്ട്. കാണാൻ പോയിട്ട് സാറ് ചോദിക്കുന്നുണ്ട് എന്തായി നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് 50 ലക്ഷം ഇപ്പം തന്നെ കൊടുക്കാം സാറെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് ടൈം ഗ്യാപ്പ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട് അതെ 50 ലക്ഷം ഒന്നും ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലില്ല, അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ എനിക്ക് തരണം, 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ 50 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ ഏത് പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ നിൻ്റെ കയ്യിൽ പണം ഇല്ലാണ്ടിരിക്കില്ലല്ലോ, നീ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ നോക്കരുത് നീലിമയെന്ന് പറയുന്നുണ്ട്. 50 ലക്ഷം ഇപ്പോൾ തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്താലേ ഞാൻ നിൻ്റെ കേസ് പിൻവലിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ശരി ശരി ഇപ്പം തന്നെ സെറ്റിൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് 50 ലക്ഷം കിട്ടിയാൽ പോരാ, കുറേ നാളായല്ലോ പണം വാങ്ങിയിട്ട്, അതുകൊണ്ടൊരു 3 ലക്ഷം രൂപ അധികം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, എസ് ഐ സാറ് പറയുന്നുണ്ട് അതൊരു ന്യായമായ കാര്യമാണ്, നിങ്ങളത് 53 ലക്ഷം കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട് എനിക്ക് 53 ലക്ഷം ഒന്നും കൊടുക്കാൻ പറ്റില്ല സാറെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് അതിനി കൊടുത്തേ പറ്റുള്ളൂ, അത് അവരുടെ ന്യായമായ അവകാശമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് കോടതി വരെ എത്തും, നിങ്ങൾക്ക് നാട് വിട്ടു പോകാൻ പറ്റില്ല, എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ശരി 53 ലക്ഷവും കൊടുക്കാം, പക്ഷേ ഇവർ കേസ് ഇപ്പം തന്നെ പിൻവലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എസ് ഐ സാറ് പറയുന്നുണ്ട് ശരി കേസ് ഇപ്പോൾ പിൻവലിക്കാം എന്ന് പറഞ്ഞ് അതിന് വേണ്ട നടപടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാർ കേസ് ക്ലോസ് ചെയ്യാൻ വരട്ടെ, ആദ്യം പണം കയ്യിൽ കിട്ടിയാലേ ഞങ്ങൾ സൈൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറ് പറയുന്നുണ്ട് അത് ശരിയാണല്ലോ നീലിമ, നീ പൈസ അയച്ചേന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീലിമ പൈസ അയക്കുന്നുണ്ട് സുധര അക്കൗണ്ടിലോട്ട്. എന്നിട്ടാണെങ്കിലോ അവർ സൈൻ ചെയ്ത് കേസ് ക്ലോസ് ആക്കുന്നുണ്ട്. അപ്പോൾ നീലിമയ്ക്ക് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു സാക്ഷി വേണം. ശ്രുതിക്ക് സാക്ഷിയായി ശ്രുതി ഉണ്ടായിരുന്നു, പക്ഷേ നീലിമയ്ക്ക് സാക്ഷിയായി ആരുമില്ല. അപ്പോഴാണെങ്കിലും അവിടുത്തെ പോലീസുകാരൻ സച്ചിയുടെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് സച്ചി ഇതൊരു കൊടുക്കൽ വാങ്ങൽ കേസാണ്, ഇതിലൊന്നൊരു സാക്ഷി ഒപ്പിട്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയാണെങ്കിലും നീലിമയെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ മാഡം എന്താ ഇവിടെ? അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് സച്ചിക്ക് ഇവരെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് എൻ്റെ കസ്റ്റമറാണ്, എൻ്റെ കാറിൽ കയറിയിരുന്നു, അങ്ങനെ ഒരു പരിചയമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് സച്ചിൻ അതിലൊന്ന് സൈൻ ഇട്ടേ, ഇതൊരു കൊടുക്കൽ വാങ്ങൽ കേസാണ്, ഇതെന്തായാലും ഒത്തുതീർപ്പായിട്ടുണ്ട്, നീ ഇതൊന്ന് സൈൻ ഇട്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ഒന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് നീ എന്താ സച്ചി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമായാലോ സാർ, എനിക്കിവരെ അറിയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പരിചയമുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരു കേസും ആവില്ല സച്ചി, നീ പേടിക്കണ്ട, ഇത് വെറും ഒരു സാക്ഷി ഒപ്പിടണല്ലേ ഉള്ളൂ, നീ ഒപ്പിട്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സച്ചി ഒപ്പിടാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ഇവർ കേസ് കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് എസ് ഐ സാറെ കാണാൻ പറ്റുള്ളൂ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഒപ്പിടുമോ അത്രയും പെട്ടെന്ന് നിനക്ക് എസ് ഐ സാറിനെ കാണാമെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഒപ്പിടാമെന്ന് പറഞ്ഞ് സച്ചി ഒപ്പിടുന്നുണ്ട്. എന്നിട്ട് അവർ പോയതിന് ശേഷം രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഒരു മനസ്സില്ലാ മനസ്സോടെ ഒപ്പിട്ടതുപോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ സച്ചിയേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല രേവതി, നീ പേടിക്കാണ്ടിരിക്കേ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എസ് ഐ സാറ് നീലിമയോടും ശ്രുതിയോടും പറയുന്നുണ്ട് ഇനി കേസ് കഴിഞ്ഞു, ഇനി നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത്, ഒക്കെ സോൾവായി, ഇനി കാശിനെ പറ്റി ആരും ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം നീലിമ ശ്രുതിയോടും പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്തല്ലേ, കാശ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല, ആ കാശ് നിങ്ങൾക്ക് തന്നതുപോലെ തിരിച്ചു വാങ്ങാൻ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നമുക്ക് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.